പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 ഇംപ്രൂവ്മെന്റ് അഥവാ കമ്പാർട്ട്മെന്റ് സപ്ലിമെന്ററി പരീക്ഷ ഈ മാസം 25-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. എന്നാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് പരീക്ഷ തുടങ്ങുന്നത് 25-ാം തീയതി ആണെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ പരീക്ഷയിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ ദിവസം ഏതാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈവശം ടൈം ടേബിൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മാറിയ ടൈം ടേബിൾ നമ്മൾ മുൻപ് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ആ വീഡിയോ കണ്ട് ടൈം ടേബിൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഇവിടെ മാറ്റം വന്നിരിക്കുന്ന ദിവസം 28-ാം തീയതിയാണ്. 28/10/2022 ദിവസത്തെ അന്നത്തെ ദിവസം നടക്കുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. അത് പുതുക്കിയ ഒരു തീയതി 31/10/2022 ആണ്. അതായത് 28-ൽ നടക്കുന്ന പരീക്ഷ 31-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം നടക്കുന്ന എല്ലാ പരീക്ഷകളും 31-ാം തീയതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. കൂടാതെ മറ്റു ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷകൾക്കോ അല്ലെങ്കിൽ സമയക്രമത്തിലോ യാതൊരു മാറ്റവും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിലെ പരീക്ഷകൾ ഏതെല്ലാമാണെന്നുള്ളത് നിങ്ങൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ 28-ാം തീയതി ഏതൊക്കെ പരീക്ഷകളായിരുന്നു, അത് നടത്താൻ പോകുന്നത് 31-ാം തീയതിയിലാണ്. അതിൽ മാറ്റമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വിവരമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് കരുതട്ടെ. തീർച്ചയായും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ, അതുപോലെ തന്നെ സപ്ലിമെന്ററി പരീക്ഷ കമ്പാർട്ട്മെന്റ് ആയിട്ട് എഴുതാൻ പോകുന്ന നിങ്ങളുടെ അറിയുന്ന എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.